ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ദാണ്ടെ ഒരു പാനിലോട്ട് കുറച്ച് ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്തത് പിന്നെ അതിലേക്ക് പനീറും കൂടെ ചേർത്തിട്ട് നല്ല അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കി എടുത്താലോ? അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാവായോ? അതിനു മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ ഇത് ഉണ്ടാക്കാൻ വേണ്ടതാണ്ട് ഞാൻ ഇതുപോലെ ഒരു ബീറ്റ്റൂട്ട് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് ദാണ്ടെ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഗ്രേറ്റർ ഇല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പൊ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ഒന്ന് എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഞാൻ. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു അര ടീസ്പൂണൊക്കെ കടുക് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകമാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ടേബിൾ സ്പൂണോളം നമ്മുടെ ഉഴുന്നുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വലിയൊരു കരണ്ടി ആയതുകൊണ്ട് ചെറുതായിട്ട് തോന്നി, ഒരു ടേബിൾ സ്പൂൺ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. ഈ കറിവേപ്പിലയിൽ നല്ല വെള്ളത്തിന്റെ അംശം ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഈ പൊട്ടലും ചീറ്റലും ഒക്കെ. അപ്പൊ ഉഴുന്നിന്റെ കളർ ഒന്ന് മാറി വരട്ടെ. അപ്പൊ ദാണ്ട കണ്ടോ, ഉഴുന്നിന്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു സവാള എടുത്ത് ഒന്ന് നീളത്തിലാണ് കേട്ടോ എന്ന് അരിഞ്ഞെടുത്തേക്കുന്നത്. അത് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനു മുന്നേ ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ആ ഒരു എരിവിനനുസരിച്ച് പച്ചമുളകിന്റെ എണ്ണമൊക്കെ കൂട്ടാം. ഞാനിവിടെ ഒരെണ്ണ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് സവാളയുടെ ആ ഒരു പച്ചമണം മാറിയാൽ മതി കേട്ടോ. അതുവരെ ഒരു മിനിറ്റ് ഒക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. അപ്പൊ ദാണ്ട സവാളയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തതേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് നമ്മളിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ബീറ്റ്റൂട്ട് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ആ ബീറ്റ്റൂട്ട് ഇരുന്ന പാത്രത്തിൽ ഇരുന്നൊക്കെ സൈഡിലൊക്കെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നതെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ആണ്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. വേറെ പൊടികളൊന്നും ഇതിലേക്ക് ഞാൻ ചേർക്കുന്നില്ല. അപ്പൊ ഒരു 1/4 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ ഒരു സമയം അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും ഒന്നും കൂടെ എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ആണ് ഞാനെല്ലാം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇതിൽ ഒരല്പം വെള്ളം കൂടെ ചേർക്കണം. ഈ ബീട്രൂട്ടൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ ഒരല്പം വെള്ളം കൂടെ വേണ്ടി വരും. അപ്പൊ ഞാൻ ആ ബീട്രൂട്ട് ഇരുന്ന പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഒരു 3-4 ടേബിൾ സ്പൂണോളം ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി അത് നല്ല പോലെ ഒന്നും കൂടെ മിക്സ് ആക്കി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഒരു 1/4 ഭാഗം വേവുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം ഒന്ന് അടച്ച് അവിടെ ഇരിക്കട്ടെ, ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പൊ ദാണ്ട കണ്ടോ, ഒരു 1/4 ഭാഗമൊക്കെ വെന്തിട്ടുണ്ട്. കുറച്ചും കൂടെ വെള്ളം ഒന്ന് വറ്റാനുണ്ട് കണ്ടോ, ഈ ഒരു പരുവാണ്. 1/4 ഭാഗം എന്നൊക്കെ എങ്ങനെ തിരിച്ചറിയുന്നത് ചിലർ ചോദിക്കും. അത് ഞാൻ പറഞ്ഞു, ഈ വെള്ളത്തിൽ ഇത്രയും കൂടെ വറ്റാനുള്ള സമയത്ത് ഈ പനീർ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ പനീറിന് അങ്ങനെ കണക്കൊന്നുമില്ല, നിങ്ങളുടെ പാകത്തിന് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. എൻ്റെ കയ്യിൽ ക്യൂബ്സ് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ക്യൂബ്സ് തന്നെ അങ്ങ് ഇട്ട് കൊടുത്തു. ഇനി വലിയൊരു കഷ്ണം വലുതായിട്ടിരിക്കുവാണെങ്കിൽ ഗ്രേറ്റ് ചെയ്തോ അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞോ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതുപോലെ ഒന്നും കൂടെ മിക്സ് ആക്കിയിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്നും കൂടെ ഇങ്ങനെ അടച്ചു വെക്കാം. അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ്. 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതുപോലെ എല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ടാവും. പനീറും നമ്മുടെ ബീട്രൂട്ടും എല്ലാം വെന്ത് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഇതുപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. ഇനി ഫൈനലി ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തേങ്ങ ഓപ്ഷനിലാണ്, ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. അപ്പോൾ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി വീണ്ടും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. അപ്പൊ ഈ ബീട്രൂട്ടൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കോ അല്ലെങ്കിൽ വലിയ ആൾക്കാർക്കായാലും ഈ പനീറൊക്കെ ചേർത്തൊന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്ക്. നമ്മൾ അറിയാതെ ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. കഴിച്ച് തീരുന്ന വഴി അറിയില്ല. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ അതാണ്, ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. ഒരുപാട് നേരം ഇട്ട് വേവിക്കൊന്നും വേണ്ട.
ജസ്റ്റ് തേങ്ങ ഒന്ന് മിക്സ് ആക്കി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പനീർ ബീട്രൂട്ട് തോരൻ താണ്ട് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കാണുമ്പോൾ എന്ത് ഭംഗിയാ നോക്കി, അതുപോലെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഇതുപോലെ പരീക്ഷിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും. എന്നിട്ട് നിങ്ങളുടെ കമന്റ്സ് പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമാവണം ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ ഇനി റെസിപ്പി